Boche Gold and Diamonds. Buy now, pay later. വാടനാംകുറിശ്ശിയിൽ ബസ് അപകടത്തിൽ ചികിത്സ തേടിയവരോട് പണം നൽകിയാലേ എക്സ്റേ എടുക്കൂ എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ പോളിസിയുടെ ഭാഗമാണെന്ന് പട്ടാമ്പി സേവന ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഷ്ണു പറഞ്ഞു. ചികിത്സാ ചിലവിനത്തിൽ 22,000 രൂപ ലഭിക്കാനുണ്ട്. പോലീസും ബസ് ഉടമകളും ഇതുവരെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയിട്ടില്ല. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ബസ് ഉടമകൾ പോയെന്നും ഡോക്ടർ പറഞ്ഞു. അല്ല, നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കേസിൽ നമുക്ക് പൈസ അടച്ചാൽ മാത്രം തന്നെ എക്സ്റേ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതെന്തായാലും അത് ഇതിനല്ല, ആക്സിഡന്റ് എന്നല്ല, അത് പൈസ അടച്ചാൽ മാത്രമേ എക്സ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. പരിക്കേറ്റവർക്കെല്ലാം ആവശ്യമായ ചികിത്സ നൽകിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റയാളെ ചികിത്സിച്ചതിന് ശേഷമാണ് എക്സ്റേക്ക് പണം ആവശ്യപ്പെട്ടത്. പൈസ ആവശ്യപ്പെട്ടാൽ മാത്രമേ എക്സ്റേ കൊടുക്കുള്ളൂ എന്നൊന്നല്ല. നമ്മൾക്ക് എന്താ വെച്ചാൽ എക്സ്റേക്ക് പണം അടയ്ക്കണം എന്തായാലും, എന്നാൽ മാത്രമേ ഡോക്ടർക്ക് ഇവിടെ വന്നിട്ട് എന്താ ഉള്ളതെന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും മേജർ ആയിട്ടുള്ള എല്ലിന്റെ ക്ഷതമോ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ അത്തരം പേഷ്യൻസിന്റെ എക്സ്റേകൾ ഫോൺ വഴി വാങ്ങി ചികിത്സകളും കൊടുത്തിട്ടുണ്ട്. ഡിലേ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ആ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ പോയി കളക്ട് ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്ക് എക്സ്റേ നോക്കി കൊടുക്കാൻ പറ്റില്ല. അല്ല, അവര് പോയിട്ട് അവരെന്നെ ആരും വന്നിട്ടില്ല. ബസ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ ഉത്തരവാദിത്തം. പിന്നെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പോഴും പെൻഡിങ് ബില്ലുകളുണ്ട്. 22,000 മുകളിൽ പെൻഡിങ് ബില്ലുകളുണ്ട്. അപ്പൊ അതായത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കാത്തല്ല, ഇപ്പോഴും പെൻഡിങ് ബില്ലുകളുണ്ട്, അടച്ചിട്ടില്ല. അത് അവരെ അടച്ചോളാം എന്നുള്ള ഉറപ്പുമേ ഞങ്ങൾ അത്രയും ട്രീറ്റ്മെന്റുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എക്സ്റേക്ക് പണം ആവശ്യപ്പെട്ട് ചികിത്സ വൈകിച്ചു എന്നതായിരുന്നു പരിക്കേറ്റ ബസ് യാത്രക്കാരിയുടെ ബന്ധുവിന്റെ പരാതി. അപകടത്തിൽ പരിക്കേറ്റ് വന്നവർക്കെല്ലാം ചികിത്സ നൽകിയിരുന്നു. അതേസമയം വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയവർക്ക് പോലും ചികിത്സ നൽകണമെങ്കിൽ മുൻകൂർ പണം നൽകണമെന്ന നിബന്ധനയാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഒരു 21 പേഷ്യന്റോളം നമ്മുടെ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അനുബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ യഥാസമയത്ത് ഞങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 6-7 പേരാണ് സ്വയം ഇഷ്ടപ്രകാരം പോവുകയായിരുന്നു. ബാക്കി എല്ലാ പേഷ്യൻസിനെയും ഞങ്ങൾ ആദ്യം പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കുകയും അനുബന്ധപ്പെട്ട പേഷ്യൻസിന് സൂച്ചറിങ്, അതുപോലെ തന്നെ വേദന സംഹാരി ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു. അനുബന്ധപ്പെട്ട എക്സ്റേകൾക്കും ആവശ്യമായ സ്കാനിങ്ങുകൾക്കും നിർദ്ദേശിച്ചിരുന്നു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.